ഈ യേശുദാസിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇന്നും എനിക്കൊന്ന് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ ഗായകരുമായിട്ട്. ഈ ബന്ധങ്ങളെ നിലനിർത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ യേശുദാസുമായിട്ടുള്ള പ്രത്യേക ബന്ധം എന്താണ്? ഈ ദാസേട്ടനെ ഇപ്പം കാണാറില്ല. ഞാൻ ഇപ്പോൾ അവസാനമായിട്ട് കണ്ട് ഗൾഫിൽ നിന്ന് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു കൈരളിൻ്റെ. അന്ന് എൻ്റെ ആ സ്റ്റേജിൽ വെച്ചാൽ ഞാൻ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ദാസേട്ടൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ടെലിഫോൺ ചെയ്തിട്ട് എടുക്കിയില്ല. എന്നാലും കണ്ടാൽ ആ ബന്ധപ്പോഴും ഉണ്ട്. കുറേ പാട്ട് പാടിച്ചിട്ടുണ്ട് ഞാൻ ദാസേട്ടനെ കൊണ്ട്. എനിക്ക് തോന്നുന്നത് ദാസേട്ടനെ കൊണ്ട് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പാടിച്ച് ഞാനായിരിക്കും എന്ന് എൻ്റെ വിശ്വാസം അതാ. ആ ഒരു നാമം എനിക്കുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പാടിപ്പിച്ചെന്നുള്ള പേരുണ്ട്. അത് എൻ്റെ മനസ്സിലുണ്ട് കുറേ. കാരണം എൻ്റെ പാട്ട് അല്ലാത്ത പാട്ടുകളും പാടിച്ചിട്ടുണ്ട് ഞാൻ ദാസേട്ടനെ കൊണ്ട്. അന്ന് എൻ്റെ പാട്ട് 5 പാട്ട്, അല്ലാത്തൊരു പഴയ പാട്ടുകൾ 5 പാട്ട്, അങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യുക. അതും കൂടി കൂട്ടുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മാർക്കോസിനെ കൊണ്ടും ഏറ്റവും കൂടുതൽ പാട്ട് പാടിച്ചത് ഞാനാണ്. ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, സിത്താരയും ദാസേട്ടന്റെ മോൻ വിജയ് യേശുദാസിനെയും കൊണ്ട് കുട്ടിക്കാലത്ത് പാടിപ്പിച്ചിരുന്നു. ആ കഥ എന്താണ്? അത് ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ബാപ്പ മകളോട് പറയുന്നൊരു പാട്ടാണ്. അത് മദ്രാസിൽ നിന്ന് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ പോർഷൻ ആര് പാടുമെന്ന് ചോദിച്ചു എന്നോടും കോഴിക്കോട് പോക്കറാണ് സംഗീതം ചെയ്തത്. അപ്പോൾ അത് തിരുവനന്തപുരത്താണ് ബാക്കിയുള്ള റെക്കോർഡിംഗ് ഒക്കെ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും പയ്യനെ വിളിച്ചോ ചെറിയ കുട്ടീനെ വിളിച്ചൊന്ന് പാടിക്കുക എന്ന് പറഞ്ഞു. വിജയ് ഇങ്ങനെ ഒരു ആഗ്രഹം പാടണമെന്നുള്ളൊരു മൂഡ് വിജയ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ വിജയിനെ വിളിച്ചൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിളിച്ചിട്ടോട് ഞങ്ങളോട് 2 പേരോട്. അപ്പോൾ ഇപ്പോൾ ക്ലാസ് പോയതാണ്. വൈകുന്നേരം വന്നിട്ട് ദാസേട്ടൻ അന്നേരം ഒരു ബാക്കി നമ്മളോട് പറഞ്ഞത്, എൻ്റെ മകനായതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞു. എൻ്റെ മകനായതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ഓക്കെ ആക്കാൻ പാടുള്ളൂ. എൻ്റെ മകൻ യേശുദാസിന്റെ മോനാണ് പാടിപ്പിച്ചേ പറ്റൂ എന്നൊരു ഇതില്ല, അതില്ല. അതുകൊണ്ട് ആ ഒരു കോംപ്രമൈസ് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പയ്യൻ വന്ന് പയ്യൻ കളിക്കാൻ പോയി. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റുഡിയോ, വീടിൻ്റെ തൊട്ടടുത്തന്നെ സ്റ്റുഡിയോ. അവൻ ഷട്ടിൽ കളിക്കാൻ പോയി. ഷട്ടിൽ കളിക്കാൻ വരുന്നത് വിളിച്ചിട്ടൊന്നും പയ്യൻ വരുന്നില്ല. ഷട്ടിൽ കളിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പയ്യൻ വന്നപ്പോൾ പയ്യന് മലയാളം അറിഞ്ഞുകൂടാ. അടിപൊളി മലയാളം സ്റ്റാൻഡേർഡിലല്ല പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഉമ്മയെ ചോദിച്ചു പൊന്നുമ്പോൾ കരയില്ല എന്നുള്ള പാട്ട് ഇട്ട് കൊടുത്ത് അവിടുന്ന് ഞാൻ ഓക്കാക്കിയും കൂടി ഇരുന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാത്രി അതിൻ്റെ ഇടയ്ക്ക് ഉറക്കമൊക്കെ തൂന്നുന്നുണ്ട് പയ്യന്. രാത്രി ഒരു 10 മണി ആകുമ്പോഴേക്ക് അത്യാവശ്യം പാടിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഓക്കെ ആക്കുന്ന ദാസേട്ടൻ വരണ്ടേ. അതിന് ദാസേട്ടൻ വരുമ്പോൾ 12 മണിയാണ്. ദാസേട്ടൻ ഭയങ്കര തിരക്കാണല്ലോ, സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കൂടുകയല്ലേ. 12 മണിക്ക് വന്നപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുക. അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ദാസേട്ടൻ വന്ന് ചോദിച്ചു എന്താണ്. ദാസേട്ടൻ കേട്ടു നോക്കാൻ പറഞ്ഞപ്പോൾ കേട്ടു നോക്കിയപ്പോൾ ദാസേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെയാണെന്ന്. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് സൂപ്പർ ഹിറ്റാപ്പോൾ അന്നും ഇന്നും. പക്ഷേ വിജയനോടത് മറന്നുപോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു അവാർഡ് ഇതായിട്ട് ഗൾഫിൽ ദുബായിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് വിജയന് ഓർമ്മ വന്നു. ആ പാട്ടിൻ്റെ 2 വരി ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് പാടാം. ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ, നിന്റെ ഉപ്പയുടെ കൽവിനുള്ളിൽ തീ പടർത്തിയിടല്ലേ. ഉപ്പ പോരാ, ഉമ്മ തന്നെ വേണമെന്ന് ഷാഠ്യം പിടിക്കുക മകൻ. ഉപ്പ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ് പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊരു പാട്ടാണ്. നമുക്ക് ചിത്ര ചേച്ചിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ചിത്ര ചേച്ചിൻ്റെ കൂടെ ആദ്യം മാപ്പിളപ്പാട്ട് പാടിച്ചത് ഞാനാ. തിരങ്ങടിക്ക് വേണ്ടിയിട്ട് ഞാനും കോഴിക്കോട് പോക്കറാണ് പാടിച്ചത്. ചിത്ര ചേച്ചിയുമായിട്ടുള്ള ബന്ധം ആ ബന്ധപ്പോഴും ഉണ്ട്.